ഹലോ, ഞാൻ സുനി സജീവ്. രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ഇതെല്ലാം നമ്മുടെ ആഗ്രഹമല്ലേ? ആമേ. ഇതെല്ലാം തരാൻ യേശുമ്പരാൻ മതിയായവൻ. തൃപ്തി തന്ന് നമ്മളെ അനുഗ്രഹിക്കും കേട്ടോ. അപ്പോൾ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ കാക്കുമെന്നാണ്. സ്ഥിരമാനസൻ. ഇന്നൊരു കാര്യം പ്രാർത്ഥിച്ചു. അപ്പം അന്നേരം തന്നെ അത് നടന്നില്ല. ഉടനെ പോകും അടുത്ത ദൈവത്തിനെ നോക്കി. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നമുക്ക് ഒരപ്പനേ ഉള്ളൂ. നമ്മുടെ അപ്പൻ എന്തെങ്കിലും തന്നില്ലെങ്കിൽ നമ്മൾ അപ്പനെ ഇട്ടിട്ട് വേറെ അപ്പനാന്ന് പറയുള്ളൂ. ഇതുപോലെ തന്നെയാണ് കേട്ടോ ദൈവത്തിൻ്റെ കാര്യം. ദൈവം ലോകത്തിൽ ഒന്നേ ഉള്ളൂ. ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിൽ അപ്പോൾ വേറെ ദൈവത്തിനൊന്നും ഇല്ല. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടി, ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടും, അങ്ങനെ ഒന്നുമില്ല. ഒരേ ഒരു സ്രഷ്ടാവേ ഉള്ളൂ. ആ ദൈവത്തെ അറിയാൻ ശ്രമിക്കുക. അപ്പം ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകം സൃഷ്ടിച്ചവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, ഈ ലോകം സൃഷ്ടിച്ച് നമുക്ക് തന്ന് നമ്മളോട് വാണോളാൻ പറഞ്ഞവൻ, സ്വന്തം മകനെ ആദരിക്കാതെ നമുക്ക് തന്ന് ഭൂമിയിൽ വന്ന് ആട്ടും തൊപ്പും ഏറ്റ് എന്തിനു വേണ്ടിയാണ് യേശുമ്പരാൻ വന്നത്? ആരാണ് യേശുമ്പരാനെ ലോകത്തിൻ്റെ ചരിത്രപുരുഷനാക്കിയത്? ചരിത്രപുരുഷൻ ആരാണ്? ഇതൊക്കെ ഒന്ന് തിരക്കുക. അപ്പോൾ നമുക്ക് ആ യേശു ആരാന്നൊക്കെ, ദൈവത്തെ അവനയച്ച മകനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്യണം. ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കണം. അതുകൂടാണ്ട് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് ആ പേജിൽ ഇതുപോലെ ചെയ്താൽ ഡയമണ്ട് റിങ് നിങ്ങളെ നോക്കിയിരിക്കുന്നു. ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് നിങ്ങളെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഈ 31-ാം തീയതി വരെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ബെനിഫിറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ നമ്മുടെ ചുരിദാർ സെറ്റാണ്. കുറേ വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പയ്യെ ഓഫ് സീസൺ തുടങ്ങുമ്പോൾ ഒത്തിരി വെറൈറ്റി വരുവേ. അങ്ങനെ സീസൺ വരുമ്പോഴത്തേനും ഒന്നും കിട്ടില്ല. ഇതൊക്കെ വന്ന വഴിയെ തീർന്നതാണ് കേട്ടോ. അതേ ക്രോഷ്യോ യോക്ക് ഇങ്ങനെ താഴെ വരെയുണ്ട്. അത് ലൈനിങ്ങൊക്കെ കൃത്യം നടുക്ക പിങ്ക് കളറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് എല്ലാത്തിൻ്റെ ഉള്ളിൽ ലൈനിങ് വെച്ചേപ്പോലെ. അപ്പോൾ ലൈനിങ് ഇങ്ങനെ നല്ല ഇറക്കമുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ലൈനിങ്ങിന് കൂടുതൽ ഇറക്കം കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങാണ്. അടിപൊളി ക്രേപ്പ് ഷോള്. അതിൻ്റെ അരികത്തും നല്ല ലേസ് വർക്കുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ക്രോഷ്യോ വർക്ക്, ലേസ് വർക്കല്ല, ഇങ്ങനെ ഫുള്ള് സൂപ്പർ സംഭവം. ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബോട്ടും പ്യുർ കോട്ടയാട്ടോ. പ്യുർ കോട്ടൺ കോട്ട, പ്യുർ കോട്ട 1990 അല്ലേ? കണ്ടോ തുണി? പ്യുർ കോട്ടൺ ആട്ടോ. കോട്ടൺ കോട്ട, കോട്ടൺ അല്ല കോട്ട. നമ്മളിത് ആദ്യമായിട്ട് ഇത്രയും ക്രോഷ്യോ യോക്കിലൊക്കെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ പാനൽ ഇങ്ങനെ വർക്ക് ഭയങ്കര ഫാഷനാണല്ലോ. അപ്പോൾ താഴെ വരെ വർക്ക് വെച്ചു. ഇത് ബോട്ടോ ഉണ്ട്. 1990 ഉള്ളൂ. പെട്ടെന്ന് എടുത്തോ. കാരണം എന്നാന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ ചാടി എടുക്കുന്നവരെടുത്തോ. ഇത് എന്നാന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ എല്ലാത്തിനും നമ്മുടെ അടുത്ത് ഫസ്റ്റ് ഭയങ്കര ഡിമാൻഡാണ്. ആദ്യം സ്ഥിരം കാണുന്നവരെല്ലാം ഫസ്റ്റ് എടുക്കുമല്ലോ. പിന്നെ റീസ്റ്റോക്ക് കൊണ്ടുവരുമ്പോഴത്തേനും ഒത്തിരി എടുക്കും. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ എല്ലാം ഇനി ലിമിറ്റ് ചെയ്യുക. റീസ്റ്റോക്ക് എടുക്കാറാ ധൈര്യം. ആദ്യം ഇച്ചിരി എടുക്കുകയുള്ളൂ. അത് കാരണം പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞാൽ 1990. എല്ലാം നല്ല സെറ്റാട്ടോ. അതേ ഇത് ഒത്തിരി ഇറക്കമുണ്ട് കേട്ടോ. അതേ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചേക്കണാട്ടോ എളുപ്പത്തിന് കാണിക്കാൻ. നല്ല 57 ചെറുപ്പവും കിട്ടും കേട്ടോ. താഴെ വരെ ഇറക്കമുണ്ടേ. എളുപ്പം കാണിക്കാൻ മടക്കി ഇങ്ങനെ തന്നു. 47, സോറി 57 എന്നും പറഞ്ഞിട്ട് ഇതാവേ. ബോട്ടം ബ്ലോക്ക് പ്രിൻ്റ് 45. നൈറ്റി പോലും 53 ഒക്കെ മതി. അയ്യോ 55 നൈറ്റിക്ക് ഇറക്കമുണ്ട്. ഇത്രയും മടക്കണോ? ഇത്രയും ഇങ്ങോട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റാട്ടോ. എല്ലാം നല്ല. എനിക്കും കോട്ട തയ്ക്കണം. വേനലാകുമ്പോൾ എനിക്ക് കോട്ട സെറ്റേ ഇടാൻ പറ്റുള്ളൂ.
കോട്ടാ സെറ്റ് ഇട്ട് ഇത് രസമുള്ള കളേഴ്സൊക്കെ എല്ലാം അടിപൊളി സംഭവങ്ങളാണ്. എല്ലാം വിത്ത് ലൈനിങ്ങും. അടിപൊളി. ഓരോ കളർ കാണുമ്പോൾ കൺഫ്യൂഷൻ. ലൈനിങ് ഒത്തിരി നീളമുണ്ട് കേട്ടോ. ലൈനിങ് അപ്പോൾ കൈക്കൊക്കെ വേണ്ടേ, അതായിരിക്കും അവർ കൂടുതൽ ഇട്ടേക്കണം. നീളം ഉണ്ടാകട്ടെ. ലൈനിങ്ങൊക്കെ 1990. അല്ല സ്റ്റാൻഡേർഡ്. ഇതിൻ്റെയൊക്കെ ഫാഷൻ ഒരു കാലത്തും പോകില്ല കേട്ടോ. ഇതൊരു വെറൈറ്റി ബനാറസ് ആട്ടോ. സെൽഫ് പ്രിൻ്റ്. സെൽഫ് പ്രിൻ്റ് കേട്ടോ. ഒരു ഒരു സെമി മൊഡാൽ എന്നൊക്കെ അവർ പറഞ്ഞത്. അതിൽ ഈ സെൽഫ് പ്രിൻ്റ് എന്നിട്ട് ബനാറസിൻ്റെ ഷോളൊക്കെയാണ്. നല്ലൊരു വെറൈറ്റിയാണ്. ഫങ്ഷൻ വെയറിന് നല്ലത്. വലിയ വിലയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൗകര്യം. ബനാറസിൻ്റെ ഷോളും അടിപൊളി ഷോള്. എത്ര? 1499. ആ വിലയ്ക്ക് നല്ലതല്ലേ. 1499. 1499 ഉള്ളൂ. നല്ല സെറ്റല്ലേ. പല പല ടേസ്റ്റുള്ള മനുഷ്യരല്ലേ വന്നെ. ഇതൊക്കെ സെൽഫ് പ്രിൻ്റ് നല്ല ബ്രാൻഡ് കളേഴ്സൊക്കെ ആട്ടോ. ഡാർക്ക് കളറാണ്. ബനാറസിലധികവും കൂടുതലും ഡാർക്ക് കളറാണല്ലോ വന്നത്. നല്ലൊരു സാൻഡോൺ ബോട്ടൊക്കെ ആട്ടോ വെച്ചേക്കണേ. 1499 ഉള്ളൂ കേട്ടോ. നല്ല ബനാറസ് സെറ്റ് ആണ്. ഇത് സെൽഫ് പ്രിൻ്റാണെന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി കളേഴ്സാണ്. ഈ ഗ്രീൻ മുഖത്തിന് ഒത്തിരി കളർ കിട്ടും കേട്ടോ. ഞാൻ കുഞ്ഞുവിനില്ലാത്ത സാരി കളറ്. അതിന് ജയറാമിൻ്റെ മോളെ കല്യാണത്തിന് ആ ഫോട്ടോ എടുത്ത് കുഞ്ഞുനി ഞാൻ എന്ത് കളർ സാരിയുടെ കളർ എടുക്കണം അമ്മയെന്ന് ചോദിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഈ കളർ എടുക്കാം. ഇല്ലാത്ത കളറുകൾ ഇനി ഇല്ല. പീച്ചിൻ്റെ എല്ലാ വകുപ്പും ഉണ്ട്. ഇനി ഈ കളർ എടുക്കാമെന്ന് പറഞ്ഞു. നല്ല തെളിച്ചം കിട്ടുന്ന കളറാണ്. കുറച്ചൊന്നും അല്ലല്ലോ. 1499 ഉള്ളൂ കേട്ടോ. വില നോട്ട് ചെയ്യുക. നല്ല മെറ്റീരിയൽ ഉണ്ടോ. സെൽഫായിട്ട് ഡിസൈനും ഉണ്ട്. നല്ല സംഭവം ഈ വിലയ്ക്ക്. ഇതൊരു ഇത് മെറ്റീരിയലാണ്. നല്ലൊരു ചെക്ക് ഡിസൈനാണ്. മെറ്റീരിയൽ ഒരു ക്രേപ്പൊക്കെ പോലെ. ഇത് ദാമനി വന്നാട്ടോ. ഞാൻ യോക്കിൽ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. നല്ല കോമ്പിനേഷനൊക്കെ ആട്ടോ. അതിൻ്റെ ഷോളും ബോട്ടും ഒക്കെ. റേറ്റ് എത്ര? 1399. വലിയ വിലയില്ല കേട്ടോ. 1399. നല്ലൊരു സെറ്റാട്ടോ. പാൻറ്റും ക്രീപ്പാണ്. പലാസി ഓടിക്കാൻ ഇപ്പോഴത്തെ ട്രെൻഡ് അതല്ലേ. പാൻറ് പക്ഷെ പാൻറ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിലും വില കൂടുതലല്ലായിരുന്നോ? അതെ വില കൂടുതലായിരുന്നു. പാൻറ് ക്രേപ്പൊന്നും അല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ മെറ്റീരിയലാണോ? ഡിസൈൻ ഇങ്ങനെയായിരുന്നു. അടിപൊളി സംഭവം കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ പുതിയതായത് കാരണം പെട്ടെന്ന് തീരുന്നുണ്ട്. ഷോളൊക്കെ നോക്കാം. അടിപൊളി ഷോളും ബോട്ടും എല്ലാം ഒറിജിനൽ ക്രേപ്പാട്ടോ. 1399. ഇതൊന്നും ലൈനിങ് ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ചുമ്മാ പലാസോ വയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളടിക്കുമോ. ലൈനിങ് മുട്ട് വരെയുള്ളൊരു ഇതിട്ടാൽ മതി. ഇപ്പം അങ്ങനെ നിഴലടിക്കണം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ആൾക്കാർക്ക്. ഇപ്പം അങ്ങനെയൊക്കെ കളിയാക്കുന്നവരെ ഭയങ്കര സമൂഹം മോശമായിട്ട്
പെണ്ണുങ്ങളെ കമൻറ്റ് ചെയ്യുക, പെണ്ണുങ്ങളെ കളിയാക്കുക, ഇങ്ങനെ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ പറയണ ഭയങ്കര സമൂഹം ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ അവർ ചിരിക്കുമെങ്കിലും മാറി നിന്നിട്ട് നമ്മളെ ഭയങ്കര മോശമാക്കും സമൂഹത്തിൽ. ഇന്ന ക്യാരക്ടറാണെന്ന് പറഞ്ഞാൽ. അപ്പം എപ്പോഴും നമ്മുടെ നാവിനെ ശ്രദ്ധിക്കണം. നമ്മുടെ വ്യക്തിത്വമൊക്കെ പോവും മറ്റുള്ളവരെ കമൻ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ. ഇതിന് 47 ഇറക്കം കിട്ടും. ഇനി ഇതിൽ കൂടുതൽ ഇറക്കം വേണമെങ്കിൽ ഇത് ഇങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. ദാമനിലാണ് ഇതിൻ്റെ ഇങ്ങനെയാണ് വരേണ്ടത്. ഇതിങ്ങനെ ഇറക്കം കിട്ടുമല്ലോ, ഇഷ്ടംപോലെ കിട്ടും. ഇനി കൂടുതൽ 59 ഇറക്കം വേണ്ടവർക്ക് വേണമെങ്കിൽ ആ പീസിൻ്റെ ഇവിടെയൊക്കെ വേണമെങ്കിൽ 49 വേണ്ടവർക്ക് എന്നാൽ ഈ 50 കയറി കളിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് വലിയ കഷ്ടപ്പാടാണ്. സൂപ്പറാട്ടോ, സൂപ്പറാണ്. 1399 ഉള്ളൂ കേട്ടോ. ആ വില വെച്ച് ഒത്തിരി നല്ലതാട്ടോ. അതേ കയറി പിടിച്ചല്ലോ 2 ഡ്രസ്സുകൾ. അത് വിത്ത് ലൈനിങ് ആണോ? ഇത് വിത്ത് ലൈനിങ് ആട്ടോ. ഒരു സിൽക്കി കോട്ടയുടെ ടിഷ്യൂ സിൽക്കി കോട്ട. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇങ്ങനെ താഴെ വരെ വർക്കുണ്ട്. അടിയിലിങ്ങനെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷോള് നല്ല ടിഷ്യൂ ഷോള്, ഫുൾ വർക്കും അടിപൊളി സെറ്റ്. എത്രയാണ്? 1290. ഇതൊന്നും വലിയ വിലയില്ല കേട്ടോ. 1299. ആ വിലയ്ക്കിത് നല്ലതല്ലേ? സൂപ്പർ സംഭവങ്ങൾ. അടിപൊളി സംഭവം, അടിപൊളി സംഭവം. 1299 ഉള്ളൂ. ഗ്രാൻഡാണ്. സൂപ്പറാട്ടോ. 1299. നല്ല പേരിട്ടാട്ടോ. ഇന്ന് രാവിലെ വന്നു അനിതാപ്പി, എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അനിതാപ്പിയുടെ കൊച്ചിൻ്റെ കുടവ കൊടുക്കല മൂതിരേടിയിൽ കുളിക്കാൻ വന്നാണ്. കാരണം രാവിലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങണം, എന്നാലേ ഒരു സമാധാനമുള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരി ഒരു ക്ഷീണം പോലെ തോന്നും. എന്നിട്ട് തിന്നാൻ സമയം കിട്ടില്ല. അത് കാരണം ഞാൻ 2 മുട്ട പുഴുങ്ങി തിന്നിട്ടാണ്. ഇതേവരൊക്കെ കണ്ടുപിടിക്കുക. 2 മുട്ട പുഴുങ്ങിയിട്ട് കുരുമുളകിലെ ഉപ്പും തളിച്ചിങ്ങനെ അതിലായിട്ട് മുക്കി നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ കഴിച്ചോ. മുട്ട തിന്നാൽ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞ കേട്ടോ. പക്ഷെ ഞാൻ വണ്ണം വയ്ക്കും, അതാണ്. ഇത് മൊഡാൽ സിൽക്കാട്ടോ. സ്ട്രൈസിൻ്റെ ഫ്രണ്ടും ബാക്കും ഇങ്ങനെയാട്ടോ. അടിയിൽ സെറിയുണ്ട്. സോഫ്റ്റ് ആട്ടോ, സോഫ്റ്റ് ബോട്ടും. മുട്ട തിന്നണ കാര്യം പറഞ്ഞ എല്ലാം താഴെ പോയി. കുറേ ഫുഡൊക്കെ കഴിച്ചാലേ എനിക്ക് ക്ഷീണം മാറുള്ളൂ. എന്നാൽ ഫുഡ് കുറച്ച് കാരണം വിശക്കണം. 1299. നല്ല രസമുള്ള ഷോൾ കേട്ടോ. നല്ല കൂളിങ്. ആ മൊഡാലിൻ്റെ ഭയങ്കര സുഖം. എല്ലാം പെട്ടെന്ന് തീരുന്ന സാധനം കേട്ടോ. എല്ലാം നല്ല സെറ്റുകളാട്ടോ. അടിപൊളി സെറ്റാണ്. 1299 ഉള്ളൂ. പെട്ടെന്ന് എടുത്തോ. അടിപൊളി.
നല്ല കളേഴ്സ് അല്ലേ, നല്ല എന്ത് സുഖം. ഇങ്ങനെ കൂളിംഗ് ഉണ്ടാക്കണമെന്ന് അറിയാൻ പോലെ കേട്ടോ. ആ ഒറിജിനൽ മൊഡാലിൻ്റെ കൂളിംഗ് ഒക്കെ ഉണ്ട്. ഷോളിൻ്റെ അരികൊക്കെ ഉണ്ടല്ലോ, ഫങ്ഷനും ഇടാൻ ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യും. ഇത് മെറ്റീരിയലാ കോട്ടണാണോ? കോട്ടൺ ലൈനിങ് ഒന്നും വേണ്ട, നല്ല പ്യൂർ കോട്ടൺ ആണോ അല്ലേ? 1100 പ്യുർ കോട്ടൺ. ബാത്തിക് ഷോള് സിൽക്ക് ഷോൾ അല്ലേ? സിൽക്ക് ഷോളാണോ അതോ കോട്ടൺ ഷോളാണോ? ഈ കോട്ടണിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ അല്ലേ? ബോട്ടോ ഇത് റയോൺ പോലത്തെ കോട്ടണാണോ? റയോണും അല്ല, റേറ്റ് എത്രയാ? 1199. നല്ല സംഭവം കേട്ടോ, നല്ല. എവിടുന്ന പിള്ളേരൊക്കെ നമ്മുടെ കടയിൽ നിന്നാണോ? എന്നാണ്ട് റബ്ബർ സൊസൈറ്റി അടച്ചിട്ടേക്കുമല്ലേ? ശരി, പിള്ളേരെല്ലാം കൂടെ കുടുംബം എന്നാ മേളല്ലേ? കുറേ കസിൻസും സഹോദരങ്ങളൊക്കെ വേണം. സ്കൂളിൽ പോയപ്പോൾ പൗലോ കുഞ്ഞിനെ മടിയായി തുടങ്ങി കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേരെ കണ്ട കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, അവർ പിടിച്ചൊരു ഉമ്മ കൊടുക്കും. സ്കൂളിൽ പോയപ്പോൾ ഇപ്പോൾ എന്തൊക്കെ അഭ്യാസമാണെന്നറിയാവോ? ഒരു ദിവസം ഛർദ്ദിച്ചപ്പോൾ വിട്ടില്ല, പിറ്റേ ദിവസം തന്നെത്താൻ ഛർദ്ദിക്കുക. എന്നിട്ട് നോ സ്കൂളിൽ എന്നിട്ട് ഉത്തരം പറയാം നോ സ്കൂളിൽ. എന്നിട്ട് ആശാനെ കൊണ്ട് വിട്ടു. ആ അഭ്യാസത്തിന് ഇരുന്നിട്ടുണ്ടെങ്കിലേ നല്ല ഓറഞ്ചും അതുകൂടെ നല്ല പ്രിൻ്റാട്ടോ, ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഷോളൊക്കെ ഒരു തന്നെ തനി കോട്ടൺ ഇല്ല കേട്ടോ. എന്തൊരു സ്റ്റഫാണെന്ന് എനിക്ക് ഇവിടെ പിടിയും കിട്ടണില്ല. എന്തായാലും നല്ല കൂളിംഗ് ഒക്കെയുള്ള നല്ല സൂപ്പർ സംഭവമാണ്. ക്രേപ്പല്ല ഷോള്. ടോപ്പിനൊക്കെ നല്ല നീളമുണ്ട്, ബാത്തിക്ക് ബോട്ടും. ഇടാനൊക്കെ നല്ല സുഖമുള്ള സംഭവമാണ്. 1199. ഇനി പിള്ളേർക്കൊക്കെ പരീക്ഷയായി. കഴിഞ്ഞ ദിവസം ഒരു 3.5 വയസ്സുള്ള കൊച്ചു കടയിൽ വന്നു. എന്തൊരു പാട്ടൊക്കെ, സന്ധ്യാപ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്യണം, പാട്ട് പാടണം, ഒട്ടും എടുക്കാനായിട്ട്. അപ്പം ഞാൻ അതിൻ്റെ വല്യാമ്മയോട് ചോദിച്ചു, ഇതൊക്കെ വല്യാമ്മയായിരിക്കും പഠിപ്പിക്കണേന്ന് ചോദിച്ചപ്പോൾ പറയാം അല്ല, അതിൻ്റെ കൊച്ചിൻ്റെ അമ്മ പഠിപ്പിക്കണതാണ്. ഫുള്ള് പ്രയർ അറിയാവുന്നത് എനിക്കറിയാൻ പാടില്ല. 3.5 വയസ്സേ ഉള്ളൂ. പൗലോ കുഞ്ഞ് ഇപ്പോൾ ലൂക്കോസ് 2:40 പറയും. പൈതൽ വളർന്നു, ജ്ഞാനത്തിൽ നിറഞ്ഞു, അതൊക്കെ തന്നെത്താൻ പറയും. വചനമൊക്കെ പിള്ളേരുടെ നാവിൽ പറഞ്ഞാൽ പിള്ളേരെ അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറയണേ. നല്ല നല്ല ഇത് പണ്ടത്തെ കാലത്ത് ഈ ഫാഷനില്ലായിരുന്നോ? ഈ പ്രിൻറ്റും ഈ ഫാഷനും 15-20 വർഷം മുമ്പ്. 20 വർഷം ആകുമ്പോൾ എല്ലാം തിരിച്ചു വരും കേട്ടോ. എൻ്റെ കണ്ടുപിടുത്തം എല്ലാവരും 20 വർഷം ആകുമ്പോഴത്തേനും പൊടിയും തട്ടിപ്പോലും. ഇങ്ങനെയൊരു ഇതുള്ള പോലെ എനിക്ക് തോന്നുന്നു. നല്ല ബാത്തിക് ബോട്ടോ ഷോ 119. അപ്പോൾ മറക്കരുത്, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്കീമിൽ പോകുന്ന ആരും മറക്കരുത്. എപ്പോഴും ഇച്ചിരി ഉള്ളപ്പം നിക്ഷേപമൊക്കെ നല്ലതാണ്. മനുഷ്യൻ്റെ അവസ്ഥയല്ലേ, നമ്മൾ ആരുടെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം സമ്മതിക്കില്ല. നമ്മൾ കൊടുക്കുന്നവരാകും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ കൊടുക്കാൻ, ഇപ്പോൾ നിക്ഷേപം, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും നല്ല നിക്ഷേപം ലിക്വിഡ് അസറ്റ് സ്വർണ്ണമാണ്. അപ്പോൾ അതിൽ നിക്ഷേപിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.